സത്യവിശ്വാസി എല്ലാ സമയങ്ങളിലും സുഹൃതങ്ങളിൽ വ്യാപൃതനാവേണ്ടവനാണ്. എന്നാൽ ചില സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ദിവസങ്ങൾക്കും സവിശേഷമായ പ്രത്യേകതകളുണ്ട്. എല്ലാ സമയവും നന്മയിൽ ഏർപ്പെടണമെന്നും അതുവഴി അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുള്ള നിമിഷങ്ങളിലെ കരുണാകടാക്ഷത്തിന് വിധേയരാവണമെന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അത്തരം പ്രത്യേകതകളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾക്കുള്ളത്. കാലങ്ങളിൽ വെച്ച് ഈ 10 ദിവസങ്ങളെ അള്ളാഹു പ്രത്യേകം ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവയെ പേരെടുത്തു പറഞ്ഞ് ഖുർആനിൽ സത്യം ചെയ്തിട്ടുമുണ്ട്. പ്രഭാതം തന്നെയാണ് സത്യം, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഇത് സൂറത്തുൽ ഫജ്റിലെ ആദ്യ 2 സൂക്തങ്ങളാണ്. 10 രാത്രികൾ എന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണെന്നാണ് ഖുർആൻ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിച്ചത്. ഇഹലോകത്തെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പരിപാവനമായത് ഈ 10 ദിവസങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 10 ദിനങ്ങളിൽപ്പെട്ടതാണ് അറഫാ ദിനവും ബലിപെരുന്നാളും. പാപമുക്തിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രത്യേക ദിനമാണ് അറഫാ ദിനം. ബലിപെരുന്നാൾ അതായത് ദുൽഹിജ്ജ 10 വളരെ മഹത്വമേറിയ ദിനമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പരിശുദ്ധവും പ്രതിഫലാർഹവുമായ കർമ്മങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലേതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. 10 ദിവസങ്ങളായതിനാൽ അതിൽ സ്വാഭാവികമായും വെള്ളിയാഴ്ചയും ഉൾപ്പെടും. ദിവസങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണെന്ന് പ്രവാചക പാഠവും നമുക്ക് മുമ്പിലുണ്ട്. ഹജ്ജ് മാസത്തിലെ ഈ 10 ദിവസങ്ങളിലെ സുഹൃതങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹദീസുകളിൽ കാണാം. ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ഒരുമിച്ച് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമസ്കാരവും നോമ്പും ഹജ്ജും ദാനധർമ്മവും പ്രാർത്ഥനയും തുടങ്ങി എല്ലാ ആരാധനാകർമ്മങ്ങളും സംഗമിച്ചതായി കാണാം. സൂറത്തുൽ ഹജ്ജിലെ 27-ാം സൂക്തത്തിൽ നിർണിത നാളുകളെന്ന് പരാമർശിക്കപ്പെട്ടത് ഇവയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണെന്നും അതിനാൽ തഹ്ലീൽ, തക്ബീർ, ഹംദ് എന്നിവ അധികരിപ്പിക്കണമെന്നും പ്രവാചകാധ്യാപനത്തിൽ കാണാം. പെരുന്നാൾ ദിനമൊഴികെ ഈ 10 ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കൽ പ്രത്യേക പുണ്യമുള്ള ആരാധനാകർമ്മമാണ്. പ്രത്യേകിച്ച് അറഫാ ദിനത്തിലെ വ്രതത്തിന് ഏറെ പവിത്രതയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജ 9-ന് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നെന്ന് പ്രവാചക പത്നിമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കും ഹജ്ജ് വേളയിൽ ഏറെ പുണ്യമുണ്ട്. പ്രാർത്ഥന ആരാധനയാണെന്നും പ്രവാചക വചനങ്ങളിൽ കാണാവുന്നതാണ്. അതിനാൽ സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് ഈ ദിനങ്ങളെ നമുക്ക് ധന്യമാക്കാം.